ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും ഇത് റെസിനേറ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകണം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്, വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഒരു യഥാർത്ഥമായ ഈ റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് എന്ത് കിട്ടണം, അല്ലെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് ഒരു ഓവറോൾ എനർജി പറയാനായിട്ട് പറ്റുന്നത്, നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പ് കണക്ഷൻസ് ഉള്ള വ്യക്തികളായിരുന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പിൽ മിക്കവാറും ഒരു 90% ആൾക്കാർക്കും നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു മുൻകൈ എടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കണം, നിങ്ങളല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒത്തിരി ഒരു ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതായത് നിങ്ങളെ സ്വന്തമാക്കുക എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായിരുന്നു. നിങ്ങൾക്ക് അവർക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സ്വന്തമാക്കുന്നതിന് മുന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുന്നും ഒരിക്കലും അവർക്കൊരു ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു കാര്യം അവർക്ക് കിട്ടി എന്നുള്ളൊരു വളരെ പ്രീഷ്യസ് ആയിട്ട് രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് അവർ കണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെപ്പറേഷൻ പീരീഡ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സമയം ഒന്ന് ലൈഫിൽ നിന്ന് കടന്നു പോയിരുന്നെങ്കിൽ, ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നു. വളരെ ഒരു ഡിഫിക്കൽട്ടാണ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നതിന് ശേഷം നിങ്ങളെന്ന പേഴ്സണ് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പുതിയൊരു ന്യൂ എനർജിയിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ബിഗിനിങ്ങിലേക്ക്, ഒരു സ്റ്റാർട്ടിലേക്കൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഒരു ന്യൂ ബ്രൈറ്റർ ബിഗിനിങ്ങിലേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു പാസ്റ്റ് ലൈഫിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു ബ്രേക്കപ്പ് തന്നെ ആയിരിക്കാം, അത്തരത്തിലുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു സങ്കടത്തിന്റെ സമയമാണ് എന്ന് തന്നെയാണ്. ലെറ്റ് ഗോ ചെയ്യാനായിട്ട് വളരെയധികം കടന്ന് കഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ്, അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു എടുത്തുചാട്ട സ്വഭാവമുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു ഓന്ത് നിറം മാറുന്ന തരത്തിലുള്ള ക്യാരക്ടർ ചേഞ്ച് ആവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അതോടൊപ്പം തന്നെ നമുക്ക് മെയിനായിട്ടും പറയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിക്കും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ഒരു ക്രേസ് പോകും. അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളെയും അവർ ആ ഒരു രീതിയിലാണ് ആദ്യമായിട്ട് നിങ്ങളെ കാണുന്ന സമയത്തൊക്കെ വളരെയധികം കെയറിങ്ങും, അതുപോലെ ഇതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയാലും അല്ലെങ്കിൽ ഇതൊരു ദാമ്പത്യ ബന്ധമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരായിട്ട് സെപ്പറേഷനിലേക്ക് പോയവരായിരിക്കാം. ഇപ്പൊ എന്ത് തരത്തിലുള്ളതാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ അവര് വളരെ കെയർ ചെയ്ത് കൊണ്ട് നടന്നിട്ടുള്ളവരാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം അവർ മാറ്റി വെച്ചിട്ടുമുണ്ട്. മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് പ്രാധാന്യം തന്നു എന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. എല്ലാം ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ നിന്ന് ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയും അവർ ആ ഒരു പേഴ്സണെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെയും ഒഴിവാക്കിപ്പോയത്. ചിലപ്പോൾ ഇതിനു മുന്നേ അവർ പലരെയും അങ്ങനെ ഒഴിവാക്കി പോയിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കിയതിന് ശേഷം ഇവർക്ക് ഫീൽ ചെയ്തിരുന്നത് പലതരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള ക്യാരക്ടറിലുള്ളവരാണ്. അപ്പൊ ഇത്തരത്തില് മുന്നവും ഇവര് പല റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ആ ഒരു ക്രേസ് പോയതിനു ശേഷം അവര് ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാകാം. അന്നൊന്നും അവർക്ക് പറ്റാത്ത, അവർക്ക് അവരുടെ ലൈഫിൽ വരാത്ത ഒരു സംഭവം ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നമുക്കതാണ് പറഞ്ഞു തരുന്നത്. അവർക്കൊരു ബാഡ് ലക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അവരിപ്പോൾ വിശ്വസിക്കുന്നത് നിങ്ങളെ ഇട്ടിട്ട് പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ നിങ്ങളെ വിഷമിപ്പിച്ചു, ആ ഒരു കാര്യം കൊണ്ടാണ് അവർക്ക് ഈ ഒരു ബാഡ് ലക്ക് വന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു ബാഡ് ലക്ക് വന്നത് എന്ന് വരെ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫ് ശരിക്കും ഒരു ചലഞ്ചിങ് ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡിഫിക്കൽട്ടായിട്ട് ഒന്നിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ അവർ വളരെ പവർലെസ് ആയിട്ട് കാണപ്പെടുന്നു. പിന്നെ ഇപ്പോൾ അത് കൂടാതെ ഇവർക്ക് ഇവരുടെ ഇവരുടെ ലൈഫിന്റെ കൺട്രോള് ഇപ്പൊ ഇവരുടെ കയ്യിലല്ല. ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു കുറെ ആളുകളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ ആരെങ്കിലും ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഇതോ അങ്ങനെ എന്തുമാകാം. ഇല്ലെങ്കിൽ ഒരു മൂന്നാമതൊരാളുടെ പ്രേരണയിൽ പോകുന്നതാകാം, അല്ലെങ്കിൽ മൂന്നാമതൊരാളിലേക്ക് ഈ വ്യക്തി പോയതിനു ശേഷം അവരുടെ ഒരു കൺട്രോളിൽ പോകുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് അതിവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇവരുടെ ലൈഫ് ഇപ്പോൾ ഇവരുടെ കൺട്രോളിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ ഒരു പുറത്തു നിന്നുള്ള ഒരു ശക്തിയുടെ കൺട്രോളിലാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ എഗനസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അത് നടക്കുന്നില്ല. ഇവർക്ക് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് പവറിലാണ് ഇവർ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഒരു ബാഡ് ലക്ക് ആയിട്ട് തന്നെയാണ് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷനിൽ തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു സെപ്പറേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ട് ഒരുമിച്ച് പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇവരാണ് നിങ്ങളെ വിട്ടിട്ട് പോയത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോഴാണെങ്കിലും ഈ ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്തിട്ട് പോയൊരു വ്യക്തിയാണെങ്കിൽ കൂടി അവരോട് ക്ഷമിച്ച് അവർക്കൊരു ക്ഷമ കൊടുത്തുകൊണ്ട് അവരുമായിട്ടൊരു റീസ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനായിട്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഇത്തരം ബാഡ് ലക്കിലൂടെ, ഇത്തരം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് എന്താ ഉദ്ദേശം എന്ന് നമുക്കിവിടെ അറിയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ ചിന്തിക്കുന്നത് നമുക്കിവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഗൈഡൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഈ ഒരു രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ജേർണി ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് കംപ്ലീഷൻ ഇവിടെ ഒരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. പോസിറ്റീവ് സൈൻ ആണ് പക്ഷെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പോസിറ്റീവ് സൈൻ ആണ്, അതോടൊപ്പം തന്നെ ഈ ഒരു ജേർണി അവസാനിക്കുകയും ചെയ്യുന്നു. ഒരു പോസിറ്റീവ് സൈൻ ആകുമ്പോൾ എന്തായാലും ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള ഒരു ചാൻസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും പുതിയ വഴികളൊക്കെ തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സക്സസ് ലഭിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സിലേക്ക്, ഇനി ഒരിക്കലും പിരിയാത്ത രീതിയിൽ ലോങ് ടൈം ആയിട്ടുള്ള മാരേജ് പോലുള്ള കമ്മിറ്റ്മെന്റ്സിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നു. ഇനി വിവാഹം കഴിച്ച് സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട്, ഒരു
അടിത്തറ ഇട്ടുകൊണ്ട് പുതിയൊരു ലൈഫിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുമുള്ള ഒരു ലോങ് ടേം സക്സസ് ആണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടും നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കതൊരു ബാഡ് ലക്ക് ആയിരിക്കും എന്നുമെന്ന് ഉള്ള ഒരു കാര്യം ഈ വ്യക്തി വ്യക്തമായിട്ട് ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്സിലേക്ക്, ഒരു മാരേജിലേക്ക് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇടുന്ന 2 ഓഫ് പെന്റക്കിൾസ് ആണ്. 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു സമയത്ത് ഇവർക്ക് ഒത്തിരി മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഇവർക്കുണ്ട്, ഇവരുടെ മുന്നിലുണ്ട്. പക്ഷെ ഇവരിനി മനസ്സിലാക്കണം. അപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് വരുമ്പോൾ ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രേസ് മാറി കഴിയുമ്പോൾ ആ ഒരു ഉണ്ടായിരുന്ന ഇപ്പൊ ഒരു പേഴ്സൺ മാത്രമല്ല ഉണ്ടായിരുന്ന ആ സിറ്റുവേഷൻ ഇട്ടിട്ട് അടുത്ത ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സണിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നമുക്ക് ഒരു പ്ലഷറൊക്കെ കിട്ടി നമ്മളൊന്ന് ഓക്കെ ആയി, ഇത് പിന്നെ ഒന്ന് ബോറായി തുടങ്ങുമ്പോൾ അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സണിലേക്ക് പോകുന്നു. ആ ഒരു ടൈപ്പ് ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അവരുടെ മുന്നിൽ അതുപോലെ ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവര് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ മാത്രമാണ് ഈ ഒരു സമയത്ത് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടുന്നു. അതുപോലെ ലൈഫിന് ഒരു ബാലൻസ് വരണം, നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകണം, രണ്ടുപേർക്കിടയിൽ ഒരു ബാലൻസ് ഉണ്ടാകണമെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യണമെന്നും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ വളരെയധികം ഒരു ബിസി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. എന്തെങ്കിലും ഒരു പുതിയ ജോബോ ബിസിനസ്സോ എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു സക്സസ്സിലേക്ക് എത്തട്ടെ, ഒരു ബാലൻസിങ് വരട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതിന് മുന്നേ സമയങ്ങളിലൊക്കെ സമയത്തിനൊന്നും ഒട്ടും വില കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ എന്നും മനസ്സിലാവുന്നുണ്ട്. അതായത് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ സമയത്തിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി കപ്സിന്റെ എനർജിയാണ്. ഓക്കെ, ഇത് ഒരു ന്യൂ റിലേഷൻഷിപ്പ് ക്രിയേറ്റിവിറ്റി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതായത് ഒരു പുതിയ ബിഗിനിങ് എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സ്നേഹബന്ധമായിക്കോട്ടെ, ഒരു ദാമ്പത്യ ബന്ധം, എന്ത് റിലേഷൻഷിപ്പ് ആയിരുന്നാലും അതിന്റെ ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് ഈ കാർഡിലൂടെ കാണിച്ചു തരുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് പറയാനായിട്ട് പറ്റും, ഇത് ഇമോഷണലി ഒത്തിരി ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹൃദയം തുറന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടും നിങ്ങളെ സ്വീകരിക്കാനായിട്ടും ഒരു വല്ലാത്ത അഗാധ ആഴത്തിലുള്ള ഒരു കണ്ടീഷൻ ഒന്നുമില്ലാത്ത, യാതൊരുവിധ കണ്ടീഷൻസും ഇല്ലാത്ത ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. ആ ഒരു ഉദ്ദേശത്തോടെയാണ് അവരെ ഇനി തിരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിൽ അല്ലാത്ത ആളുകൾ ആരെങ്കിലും ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. അവരുടെ ഉള്ളിലുള്ള വളരെയധികം ഒരു കണ്ടീഷൻസും ഇല്ലാത്ത അഗാധത്തിലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ്, മാരേജ്, എൻഗേജ്മെന്റ് ഇതിലേക്കൊക്കെ പോകാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജി നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് വളരെ റൊമാൻറ്റിക് ആയിട്ട് ചാമായിട്ടൊക്കെ ഇമാജിനേഷനൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഇവർ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട്, എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു. പല പല രീതിയിൽ നിങ്ങളുമായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഇമാജിൻ ചെയ്തിട്ട് ഇവർ തന്നെ ചിന്തിച്ച് ഇവർ തന്നെ സന്തോഷിച്ച് അങ്ങനെ പോകുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിങ്ങനെ കാണുന്ന ഈ ഡ്രീംസ്, അതായത് ദിവാസ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഡ്രീംസ് റിയാലിറ്റിയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അവർ വളരെയധികം ഹൃദയവേദനയോടെ ആഗ്രഹിക്കുന്നു എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാഷൻസിന്റെ പുറകെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് തരും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അതിൽ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊരു സക്സസ് കാണുന്നുണ്ട്.
പിന്നെ പുറത്തുനിന്ന് പല ആളുകളുടെ ഒരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് മാസ്റ്റർ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്സിലേക്ക് പോകണമെന്നും അവരുടെ ഒരു അത്തരത്തിലുള്ളൊരു നിങ്ങൾക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതൊരു സെപ്പറേഷൻ ഉള്ളവരെ കുറച്ച് എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും, ഈ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അത് വളരെയധികം ഒരു സ്നേഹത്തോടെ ഒരു അൺകണ്ടീഷണൽ ലവ് തരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് ആളുകളുടെ ഈ ഒരു മാസ്റ്റർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 2 സ്റ്റേജിലും അല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അതായത് ഇവർക്ക് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇവർക്കൊരു യാതൊരു ധാരണയുമില്ല. അല്ലെങ്കിൽ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്, ഫ്യൂച്ചറിൽ എന്തായി തീരും, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇടാനായിട്ടോ ഒരു പ്ലാനിങ് ചെയ്യാനായിട്ടോ ഒന്നിനും ഇവർക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളുകളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇനി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളും ഒന്നും അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ വലിയ ഒരു മാനിഫെസ്റ്റേഷൻ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചോ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം ഒരു 5 minutes ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കാമായിട്ടിരുന്നുകൊണ്ട് നമുക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ആഗ്രഹിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ ലൈഫിൽ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ്, മാനിഫെസ്റ്റേഷൻ ഒന്നും അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഒരു 5 മിനിറ്റ് കാമായിട്ടിരുന്നതിന് ശേഷം ഞാൻ നാളെ മുതൽ ഹാപ്പിയാണ്, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, ഞാൻ വളരെ ഹാപ്പിയാണ്, നാളെ മുതൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഇനി അങ്ങ് മുന്നോട്ടേക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കും, ഞാൻ ഹാപ്പിയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നിങ്ങനെ ആവർത്തിച്ച് അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം, അതെ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് ആത്മാർത്ഥമായിട്ട് വളരെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ പറയാം, അത് നടക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അത് നിങ്ങൾക്ക് ആദ്യം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മളിപ്പം പുറത്തു നിന്ന് പറയുന്നവർക്ക് പറയാനേ പറ്റത്തുള്ളൂ. നമുക്കിപ്പം ഒരു വിശ്വാസം, ഞാനിത് നേടിയെടുക്കും എന്നൊരു വിശ്വാസം നമുക്ക് മനസ്സിലുണ്ട്. ആ ഒരു വിശ്വാസം തന്നെ നമുക്കൊരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും, ഉറപ്പായിട്ടും അത് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി. ഇപ്പം നമുക്കിവിടെ നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സെപ്പറേഷൻ ഉള്ളവരുടെ എനർജിയാണ് കിട്ടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്, ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവരുടെ. ഇതിപ്പോൾ 3 തരത്തിലുള്ള ആളുകളുടെ എനർജീസ് ആണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ വന്നിട്ടുണ്ട്. അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് കവർ ചെയ്ത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള റീഡിങ്ങുകളുടെ ടോപ്പിക്കുകൾ, ഞാൻ പേഴ്സണൽ റീഡിംഗ് ഉണ്ടോ എന്ന് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കമൻറ്റിൽ ഇടുകയാണെങ്കിൽ ഞാനത് ആ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് റീഡിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന റീഡിങ്ങുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, വളരെയധികം താങ്ക്സ്. അതുപോലെ തന്നെ നമ്മൾ റീഡിങ്ങുകളൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഫാമിലിയിൽ ഇനിയും മുന്നോട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വളരെയധികം സന്തോഷത്തോടെ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, number 25 ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ. ഓക്കെ, സെക്കൻഡ് ക്ലൂ 2000
23 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വയനാട് ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 22 1996 വൈറ്റ് ബട്ടർഫ്ലൈസ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഒത്തിരി വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. ബേക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 2 months എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ. എൻകറേജസ് യു. ഓക്കെ, നിങ്ങൾ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുണ്ടാവാം. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 12 2003 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ, ഈ ഒരു സമയത്ത് ഗോൾഡൻ കളറിനോട് വലിയ ആകർഷണം തോന്നുന്നുണ്ടാകാം. റൈഡർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. ടീ ലവർ, ചായ, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ഐ. ഓക്കെ, സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഓഗസ്റ്റ് മന്തും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.